മക്കളെ, ഏവർക്കും ടീച്ചർ ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവാർഡ്സ് എ 100-fold yield വിളയിക്കാം 100 മേനി എന്ന പാഠഭാഗത്തിലെ പാർട്ട് 2 ക്ലാസ്സാണ്. പാർട്ട് 1 കാണാത്ത മക്കൾ അത് കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. First question, which hormone is speed up root formation? Which hormone is speed up root formation? Answer, auxin. വേരിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അഥവാ വേഗത്തിലാക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിൻ. ഓക്സിനാണ് വേരിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ് ഈസ് കോൾഡ്. ആൻസർ, ഗ്രാഫ്റ്റിംഗ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഉയർന്ന ഗുണമേന്മയുള്ള ഒരു ചെടിയുടെ തണ്ട് വേരുള്ളതും അതേ ഇനത്തിൽപ്പെട്ടതുമായ മറ്റൊരു ചെടിയുമായി യോജിപ്പിച്ച് പുതിയ തൈച്ചെടികൾ ഉത്പാദിപ്പിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം, കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഒരു ഗുണമേന്മയുള്ള ഒരു ചെടിയുടെ തണ്ടെടുക്കാം, മറ്റൊരു വേരോടുകൂടിയ അതേ ഇനത്തിൽപ്പെട്ടായ മറ്റൊരു ചെടി അതുമായിട്ട് യോജിപ്പിച്ച് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നതിന് പറയുന്നതാണ് ഗ്രാഫ്റ്റിംഗ്. വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് ദ അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. ആൻസർ, ബഡ്ഡിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? മുകുളമൊട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് ഗ്രാഫ്റ്റിംഗ്, കൊമ്പൊട്ടിക്കലാണ്. അതിൽ നമ്മൾ സ്റ്റെമ്മാണ് എടുത്തിട്ട് ഒട്ടിക്കുന്നത്, തണ്ടെടുത്ത് ഒട്ടിക്കുമ്പോൾ കൊമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞത്. ഇതിൽ നമ്മൾ ബഡ്ഡിങ്ങിൽ മുകുളമാണ് ഒട്ടിക്കുന്നത്, അപ്പം മുകുളമൊട്ടിക്കൽ അഥവാ ബഡ്ഡിങ്. വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് which have different qualities and belongs to the same species? Answer, hybridization. Which is the method of producing seeds by artificially pollinating two plants which have different qualities and belongs to the same species? Hybridization. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികൾ അവ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം വഴി ഉണ്ടാക്കുന്ന വിത്തിന് പറയുന്നതാണ് ഹൈബ്രിഡ് സീഡ്സ് അഥവാ സങ്കരയിനം വിത്തുകൾ. നമുക്കിന്ന് കുറച്ച് സങ്കരയിനം വിത്തുകളെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ, ചില്ലി, മുളക്. ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാലാസഖി, അതുല്യ, അനുഗ്രഹ, വെള്ളായണി ഇവയൊക്കെ സങ്കരയിനം മുളകാണ്, ചില്ലി. നെക്സ്റ്റ്, പയർ, പി. അതിൻ്റെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മഞ്ജരി, മിത്ര, ശാരിക. ഏതൊക്കെയാണ് സങ്കരയിനം പയർ അഥവാ സങ്കരയിനം പി? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മഞ്ജരി, മിത്ര, ശാരിക. നെക്സ്റ്റ്, പാടി,
അഥവാ നെല്ല്. സങ്കര ഇനം നെല്ല് അഥവാ ഹൈബ്രിഡ് പാഡി. നമുക്കൊന്ന് നോക്കാം. പവിത്ര, അന്നപൂർണ, സ്വർണപ്രഭ, ത്രിവേണി, ജയ, രോഹിണി. ഏതൊക്കെയാണ് മക്കളെ? പവിത്ര, അന്നപൂർണ, സ്വർണപ്രഭ, ത്രിവേണി, ജയ, രോഹിണി. ഇവയൊക്കെ സങ്കര ഇനം നെല്ലാണ്. അടുത്തത് കോക്കനട്ട്, നാളികേരം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേരഗംഗ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേരഗംഗ. ഇവയൊക്കെ സങ്കര ഇനം നാളികേരമാണ്, കോക്കനട്ട്. നെക്സ്റ്റ് ലേഡീസ് ഫിംഗർ, വെണ്ട. സൽകീർത്തി, കിരൺ, അനാമിക, അർക്ക, ആനക്കൊമ്പൻ. ഇത്രയൊക്കെ സങ്കര ഇനം വെണ്ടയാണ്. എന്താണ്? ഒന്നുകൂടി പറയാം. സൽകീർത്തി, കിരൺ, അനാമിക, അർക്ക, ആനക്കൊമ്പൻ. ഇവയൊക്കെ സങ്കര ഇനം വെണ്ടയാണ്, ലേഡീസ് ഫിംഗർ. നെക്സ്റ്റ് ബ്രിഞ്ചാൾ, വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, നവീൻ, ഗുൽമോഹർ, വൈശാലി. ഒന്നുകൂടെ നോക്കിക്കോ മക്കളെ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, നവീൻ, ഗുൽമോഹർ, വൈശാലി. ഇവയൊക്കെ സങ്കര ഇനം വഴുതനയാണ്, ബ്രിഞ്ചാൾ. നെക്സ്റ്റ് ടൊമാറ്റോ, തക്കാളി. മുക്തി, ശക്തി, അനഘ, അക്ഷയ, വെള്ളായണി, വിജയ്. ഇവയൊക്കെ സങ്കര ഇനം തക്കാളിയാണ്. ഒന്നുകൂടെ നോക്കിക്കോ. മുക്തി, ശക്തി, അനഘ, അക്ഷയ, വെള്ളായണി, വിജയ്. ഇവയൊക്കെ സങ്കര ഇനം തക്കാളിയാണ്. വെള്ളായണി സങ്കര ഇനം മുളകാണ്. വെള്ളായണി, വിജയ് സങ്കര ഇനം തക്കാളി. അടുത്തത് ബിറ്റർ ഗാർഡ്, പാവയ്ക്ക അഥവാ കയപ്പ എന്നൊക്കെ പറയും. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിയ, പ്രിയങ്ക, പ്രീതി, കോയമ്പത്തൂർ ലോങ്. ഇവയൊക്കെ സങ്കര ഇനം കയ്പയാണ്, പാവയ്ക്ക, ബിറ്റർ ഗാർഡ്. ഏതൊക്കെയാണ് മക്കളെ? പ്രിയ, പ്രിയങ്ക, പ്രീതി, കോയമ്പത്തൂർ ലോങ്. ഇവയൊക്കെ സങ്കര ഇനം ബിറ്റർ ഗാർഡ് അഥവാ പാവയ്ക്ക. ഓക്കെ മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഹൈബ്രിഡ് സീഡ്സ്, സങ്കര ഇനം വിത്തുകൾ ഒരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. മക്കളത് നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഓരോന്നിൻ്റെയും 2 എക്സാമ്പിളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഞാൻ അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അത് കിട്ടാതെ പോകരുത്. അതുകൊണ്ട് മക്കൾ നന്നായിട്ട് പഠിക്കണം. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്